2018 മഹാപ്രളയം കേരളത്തെ തകർത്തെറിഞ്ഞപ്പോൾ ഒട്ടേറെ ജീവകാരുടെ പ്രവർത്തനങ്ങൾ സംസ്ഥാനത്തുടനീളം നടന്നിരുന്നു. ഇതിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട ഒന്നായിരുന്നു പറവൂർ MLA ആയിരുന്ന VD സതീശന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പുനർജനി പദ്ധതി. തകർന്ന വീടുകൾ പുനർനിർമ്മിക്കാനും പ്രളയബാധിതരെ പുനരധിവസിപ്പിക്കാനുമാണ് ഈ പദ്ധതി വിഭാവനം ചെയ്തത്. എന്നാൽ ഇന്ന് ഈ പദ്ധതി സതീശനെതിരെയുള്ള വലിയൊരു രാഷ്ട്രീയ ആയുധമായും CBI അന്വേഷണത്തിന്റെ വക്കിലെത്തി നിൽക്കുന്ന നിയമപ്രശ്നമായും മാറിയിരിക്കുകയാണ്. മഹാപ്രളയത്തിൽ വീട് നഷ്ടപ്പെട്ടവർക്കും വീടിന് കേടുപാടുകൾ സംഭവിച്ചവർക്കും സഹായം എത്തിക്കുന്നതിനായി VD സതീശൻ മുൻകൈയെടുത്ത് രൂപീകരിച്ചതാണ് പുനർജനി. സർക്കാർ ഫണ്ടിന് കാത്തു നിൽക്കാതെ മനസ്സുള്ളവരുടെയും പ്രവാസികളുടെയും സഹായത്തോടെ വീടുകൾ നിർമ്മിച്ചു നൽകുകയായിരുന്നു ലക്ഷ്യം. പദ്ധതിയുടെ ഭാഗമായി നിരവധി വീടുകൾ നിർമ്മിച്ചു നൽകുകയും ചെയ്തു. എന്നാൽ ഇതിന്റെ സാമ്പത്തിക സ്രോതസ്സുകളെക്കുറിച്ചും വിദേശ ഫണ്ട് ശേഖരണത്തെക്കുറിച്ചും ഉയർന്ന പരാതികളാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ വിദേശത്തു നിന്നും പണം കൈപ്പറ്റുന്നതിന് കർശനമായ നിയമങ്ങളുണ്ട്. വിദേശ നാണ്യ വിനിമയ ചട്ടം അനുസരിച്ച് വിദേശത്തു നിന്നും സംഭാവനകൾ സ്വീകരിക്കുന്നതിന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ മുൻകൂർ അനുമതി ആവശ്യമാണ്. VD സതീശൻ വിദേശ രാജ്യങ്ങൾ സന്ദർശിച്ച് കോടിക്കണക്കിന് രൂപ സമാഹരിച്ചെന്നും ഇത് കേന്ദ്ര സർക്കാരിന്റെയോ വിദേശകാര്യ മന്ത്രാലയത്തിന്റെയോ അനുമതി ഇല്ലാതെയാണെന്നും ആരോപിക്കപ്പെടുന്നു. ജെയ്സൺ പാനിക്കുളങ്ങര എന്ന വ്യക്തിക്ക് വിവരാവകാശ പ്രകാരം ലഭിച്ച മറുപടിയിൽ VD സതീശൻ വിദേശത്തു നിന്ന് പണം പിരിക്കാൻ അനുമതി നൽകിയിട്ടില്ലെന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിരുന്നു. ഇത് സതീശന് വലിയ തിരിച്ചടിയായി. വിദേശ ഫണ്ട് കൈകാര്യം ചെയ്തതിൽ ക്രമക്കേട് നടന്നുവെന്ന പരാതിയെ തുടർന്ന് വിജിലൻസ് പ്രാഥമിക അന്വേഷണവും നടത്തിയിരുന്നു. യോഗേഷ് ഗുപ്ത വിജിലൻസ് ഡയറക്ടറായിരുന്ന കാലത്ത് തയ്യാറാക്കിയ റിപ്പോർട്ടിൽ ഈ കേസ് കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്ന് ശുപാർശ ചെയ്തിരുന്നു. വിദേശ രാജ്യങ്ങളിലെ പണമിടപാടുകൾ അന്വേഷിക്കാൻ സംസ്ഥാന വിജിലൻസിന് അധികാര പരിധിയില്ല. അതിനാൽ ഇന്റർപോളിന്റെ സഹായത്തോടെയോ മറ്റ് അന്താരാഷ്ട്ര ഏജൻസികളുടെ സഹായത്തോടെയോ മാത്രമേ അന്വേഷണം പൂർത്തിയാക്കാൻ സാധിക്കൂ. ഇതാണ് CBI അന്വേഷണം എന്ന സാധ്യതയിലേക്ക് സർക്കാരിനെ എത്തിക്കുന്നത്. വിജിലൻസ് നൽകിയ ഈ ശുപാർശ നിലവിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പരിഗണനയിലാണ്. സർക്കാർ ഇതിലുടൻ തീരുമാനമെടുക്കുമെന്നാണ് സൂചന. സതീശൻ നടത്തിയ വിദേശ യാത്രകളുടെ എണ്ണവും ഉദ്ദേശവും നിയമസഭയിൽ പോലും വലിയ തർക്കങ്ങൾക്ക് വഴിവെച്ചിട്ടുണ്ട്. 81 തവണ വിദേശയാത്ര നടത്തിയെന്നാണ് ഉയരുന്ന പ്രധാന ആരോപണം. എന്നാൽ കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ച് പഠിക്കാനാണ് താൻ വിദേശത്ത് പോയതെന്നാണ് സതീശന്റെ വാദം. ലണ്ടനിലെ ബർമിംഗ്ഹാമിൽ വെച്ച് മലയാളികളോട് ഓരോരുത്തരോടും 500 പൗണ്ട് വീതം സംഭാവന നൽകണമെന്ന് സതീശൻ അഭ്യർത്ഥിക്കുന്ന വീഡിയോ പുറത്തു വന്നിരുന്നു. ഈ വീഡിയോയിൽ അദ്ദേഹം പ്രളയബാധിതർക്ക് വേണ്ടിയാണ് പണം ചോദിക്കുന്നതെന്ന് വ്യക്തമാണ്. അനുമതിയില്ലാതെ ഇത്തരത്തിൽ ഫണ്ട് അഭ്യർത്ഥിക്കുന്നത് നിയമവിരുദ്ധമാണെന്നാണ് നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. പ്രളയകാലത്ത് വിദേശ സഹായം സ്വീകരിക്കുന്നതിനെ പറ്റി കേന്ദ്ര സർക്കാരിന് കർശനമായ നിലപാടുണ്ടായിരുന്നു. പ്രളയബാധിതരെ സഹായിക്കാൻ വിദേശത്ത് പോയി പണം പിരിക്കേണ്ടതില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കിയിരുന്നു. മുഖ്യമന്ത്രിയോ മന്ത്രിമാരോ പോലും ഔദ്യോഗികമായി ഇത്തരത്തിൽ പണം പിരിക്കാൻ പോയിരുന്നില്ല. എന്നാൽ ഒരു MLA എന്ന നിലയിൽ സതീശൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെ മറികടന്ന് പ്രവർത്തിച്ചു എന്നതാണ് പ്രധാന കുറ്റം. പുനർജനി കേസ് കേവലം ഒരു നിയമപ്രശ്നം മാത്രമല്ല, വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലെ പ്രധാന രാഷ്ട്രീയ ആയുധം കൂടിയാണ്. VD സതീശൻ അഴിമതി നടത്തിയെന്നും പ്രളയബാധിതരുടെ പേരിൽ രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കിയെന്നുമാണ് CPM ആരോപിക്കുന്നത്. CBI അന്വേഷണം വരുന്നതോടെ സതീശന്റെ രാഷ്ട്രീയ പ്രതിച്ഛായ തകരുമെന്നും അവർ കണക്കുകൂട്ടുന്നു. രാഷ്ട്രീയ വേട്ടയാടലാണ് നടക്കുന്നതെന്നാണ് കോൺഗ്രസ് വാദിക്കുന്നത്. സതീശൻ നടത്തിയ പ്രവർത്തനങ്ങൾ സുതാര്യമാണെന്നും ലക്ഷക്കണക്കിന് ആളുകൾക്ക് സഹായം ലഭിച്ച പദ്ധതിയെ തകർക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നും അവർ ആരോപിക്കുന്നു. CBI അന്വേഷണം ആരംഭിച്ചാൽ ഓരോ വിദേശ യാത്രയുടെയും സ്പോൺസർഷിപ്പ് ലഭിച്ച പണത്തിന്റെയും കൃത്യമായ കണക്ക്, ആ പണം എങ്ങനെയൊക്കെ വിനിയോഗിച്ചു എന്നതിനെക്കുറിച്ചുള്ള രേഖകൾ സതീശൻ ഹാജരാക്കേണ്ടി വരും. ED ഇതിനകം തന്നെ ചില വിവരങ്ങൾ ശേഖരിച്ചു തുടങ്ങിയതായും റിപ്പോർട്ടുകളുണ്ട്. പണമിടപാടുകളിൽ കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നിട്ടുണ്ടോ എന്നും പരിശോധിക്കപ്പെടും. താൻ 1 രൂപ പോലും നേരിട്ട് കൈപ്പറ്റിയിട്ടില്ലെന്നും സ്പോൺസർമാർ നേരിട്ടാണ് വീടുകൾ നിർമ്മിച്ച് നൽകിയതെന്നുമാണ് സതീശന്റെ പ്രധാന വാദം. പണമായി സമാഹരിക്കുന്നതിന് പകരം നിർമ്മാണ സാമഗ്രികളായും നേരിട്ടുള്ള കരാറുകളിലൂടെയുമാണ് പദ്ധതി നടപ്പിലാക്കിയതെന്നും അദ്ദേഹം പറയുന്നു. എന്നാൽ ഫണ്ട് സമാഹരിക്കാൻ ആഹ്വാനം ചെയ്തതും അതിനായി വിദേശയാത്ര നടത്തിയതും നിയമത്തിന്റെ പരിധിയിൽ വരുമെന്നതാണ് പ്രതിസന്ധി. VD സതീശനെ സംബന്ധിച്ചിടത്തോളം പുനർജനി പദ്ധതി ഒരു വലിയ രാഷ്ട്രീയ വെല്ലുവിളിയായി മാറിയിരിക്കുകയാണ്. CBI അന്വേഷണം പ്രഖ്യാപിക്കപ്പെട്ടാൽ അത് കേരളത്തിലെ പ്രതിപക്ഷത്തിന്റെ പോരാട്ട വീര്യത്തെ ബാധിച്ചേക്കാം. എന്നാൽ അഴിമതി ആരോപണങ്ങളെ വസ്തുതകൾ നിരത്തി പ്രതിരോധിക്കാനാണ് സതീശന്റെയും കോൺഗ്രസിന്റെയും നീക്കം. സത്യം എന്താണെന്ന് വരാനിരിക്കുന്ന കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തിലൂടെയും കോടതി നടപടികളിലൂടെയുമാണ് വ്യക്തമാകേണ്ടത്. നിയമസഭയിൽ ഭരണപക്ഷ അംഗങ്ങൾ ഉന്നയിച്ച പ്രധാന ആരോപണം VD സതീശൻ നടത്തിയ വിദേശയാത്രകളുടെ എണ്ണത്തെക്കുറിച്ചായിരുന്നു. സതീശൻ ഏകദേശം 81 തവണ വിദേശയാത്രകൾ നടത്തിയെന്നും ഇതിൽ പലതും ഔദ്യോഗികമായ അനുമതി ഇല്ലാതെയായിരുന്നുവെന്നും ആരോപണം ഉയർന്നു. വിദേശ ഫണ്ട് സമാഹരണത്തിനായാണ് ഈ യാത്രകൾ ഉപയോഗിച്ചതെന്ന് ഭരണപക്ഷം വാദിച്ചു. പ്രളയബാധിതർക്കായി നടപ്പിലാക്കിയ പുനർജനി പദ്ധതിയുടെ ഫണ്ട് സമാഹരണത്തിൽ സുതാര്യതയില്ലെന്നായിരുന്നു മറ്റൊരു പ്രധാന വിഷയം.
വിദേശത്തു നിന്നും പിരിച്ചെടുത്ത കോടിക്കണക്കിന് രൂപ എവിടെ പോയി എന്നും അത് ഏത് അക്കൗണ്ടിലേക്കാണ് എത്തിയതെന്നും സഭയിൽ ചോദ്യങ്ങൾ ഉയർന്നു. ചട്ടങ്ങൾ ലംഘിച്ച് വിദേശ സഹായം സ്വീകരിച്ചത് ഗുരുതരമായ കുറ്റമാണെന്ന് ഭരണപക്ഷം ചൂണ്ടിക്കാട്ടി. ആരോപണങ്ങൾ സതീശൻ സഭയിൽ ശക്തമായി പ്രതിരോധിച്ചു. തന്റെ യാത്രകൾ പലതും സെമിനാറുകളിൽ പങ്കെടുക്കാനും കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ച് പഠിക്കാനുമായിരുന്നു എന്നാണ് അദ്ദേഹം വിശദീകരിച്ചത്. പുനർജനി പദ്ധതിക്കായി താൻ നേരിട്ട് പണം പിരിച്ചിട്ടില്ലെന്നും പ്രവാസികളായ സുമനസ്സുകൾ നേരിട്ട് വീടുകൾ നിർമ്മിച്ച് നൽകുകയാണ് ഉണ്ടായതെന്നും അദ്ദേഹം വാദിച്ചു. സർക്കാരിനെതിരെ താൻ ഉന്നയിക്കുന്ന അഴിമതി ആരോപണങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് പഴയ കാര്യങ്ങൾ കുത്തിപ്പൊക്കുന്നതെന്നും അദ്ദേഹം സഭയിൽ ആഞ്ഞടിച്ചു. ഭരണപക്ഷം ഈ വിഷയത്തെ അഴിമതിയായും ചട്ടലംഘനമായും ചിത്രീകരിച്ചപ്പോൾ പ്രതിപക്ഷം ഇതിനെ രാഷ്ട്രീയ വേട്ടയാടലായാണ് വിശേഷിപ്പിച്ചത്. കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിന് അനുമതിയില്ലാതെ ഒരു ജനപ്രതിനിധി വിദേശത്ത് പണപ്പിരിവ് നടത്തിയത് നിയമവിരുദ്ധമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും സഭയിൽ സൂചിപ്പിക്കുകയുണ്ടായി. സതീശൻ ലണ്ടനിൽ വെച്ച് പണം ആവശ്യപ്പെടുന്ന വീഡിയോ ദൃശ്യങ്ങൾ പോലും ചർച്ചകളിൽ പരാമർശിക്കപ്പെട്ടു. അന്വേഷണ ഏജൻസികൾ ഈ വിഷയത്തിൽ പ്രാഥമിക അന്വേഷണം പൂർത്തിയാക്കിയ സാഹചര്യത്തിൽ നിയമസഭയിൽ നടന്ന ഈ വാദപ്രതിവാദങ്ങൾ കേസിന്റെ ഭാവിയിൽ നിർണായകമാകും.